السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين وعلى آله وأصحابه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا ونبينا وحبيبنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. صلى الله عليه وسلم. देख के जिग को जी नहीं धरता शहर मदीना ऐसा है. കണ്ട് കണ്ടാലും മതി വരാത്ത ഒരു പട്ടണമുണ്ടെങ്കിൽ അത് മദീന പട്ടണമാണ്. എത്ര കണ്ടാലും മടുപ്പ് വരാത്ത ഒരു പുണ്യനഗരി ഉണ്ടെങ്കിൽ അത് പുണ്യ റസൂലിന്റെ തിരുനഗരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന് കുളിരേകുന്ന പുണ്യനബിയുടെ മസ്ജിദിന്റെ പച്ച കുബ്ബയും അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തിരുമുറ്റം വിട്ടു പോന്നാൽ, അവിടുത്തെ തിരുമുറ്റത്തോട് വിട പറഞ്ഞു പോന്നാൽ ഹൃദയത്തിന് സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. പുണ്യനബിയുടെ തിരുമുറ്റത്തോട് വിട പറഞ്ഞു പോന്നാൽ ഹൃദയത്തിന് മതിവരാത്ത സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഇതിഹാസങ്ങൾ പൂത്ത നഗരിയാണ്. നീതിയുടെ ഉന്നതമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. എന്റെ ഹൃദയത്തിൽ എന്റെ നേതാവായ വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എത്രത്തോളം എന്നാൽ അങ്ങയുടെ ഉമ്മറപ്പടിയിൽ ജീവൻ പോലും നൽകാൻ ഇവൻ തയ്യാറാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലിന്റെ റിയാദുൽ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട മദീനയുടെ, ആ പുണ്യമാക്കപ്പെട്ട മദീനയുടെ മാബൈന ബൈതി വ മിംബറി റൗദത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ് എന്റെ വീടിന്റെയും എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥാനം. എന്തൊരത്ഭുതകരമായ രംഗമാണ്. അവിടെ വന്ന് സുജൂദിൽ നെറ്റിത്തടം വെക്കാൻ ലക്ഷോപലക്ഷത്തിന്റെ മത്സരമാണ്. റിയാദുൽ ജന്നയിലൊന്ന് കുമ്പിട്ട് നിവരാൻ, റിയാദുൽ ജന്നയിലൊന്ന് സുജൂദ് ചെയ്യാൻ. ഉച്ചക്ക് അല്പസമയം സ്ത്രീകൾക്ക് വേണ്ടി മസ്ജിദിന്റെ ആ ഏരിയയുടെ ഒരു ഭാഗം തുറന്നു കൊടുക്കുമ്പോൾ ഉമ്മത്തീങ്ങളിൽപ്പെട്ട എത്രയോ ഉമ്മപെങ്ങന്മാർ റിയാദുൽ ജന്നയിൽ നെറ്റിത്തടം വെക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് അതിർത്തി പോലെ അവിടെ ഒരു മറ പിടിക്കുകയാണ്. ആ മറ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ റിയാദുൽ ജന്ന വീണ്ടും പുരുഷന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ആണുങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. മാബൈന ബൈതി വ മിംബറി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ്. വ മിംബറി അലാ ഹൗലി. എന്റെ മിംബറാകട്ടെ എന്റെ ഹൗലുൽ കൗസറിന്റെ മീതയാണ് മുസ്തഫ മുഹമ്മദ് सल्लल्लाहु अलैहि वसल्लम. रियाजुल जन्ना की खुशबू से दिल को भी महकाया है. റിയാദുൽ ജന്നയുടെ സുഗന്ധം കൊണ്ട്, അതിന്റെ തൂമണം കൊണ്ട് എന്റെ കൽബിനെയും ഞാൻ സുഗന്ധപൂരിതമാക്കിയിരിക്കുകയാണ്. മസ്ജിദ് നബവി കാമൻ ബാത്ത ഠണ്ഡക് നഖ്ശാ ഹേ. മസ്ജിദ് നബവിയുടെ ആകരംഗമെന്ന് പറയുന്നത് തന്നെ എന്റെ മനസ്സിന്റെ കുളിർമയാണ്, അതെന്റെ ഹൃദയത്തിന്റെ തണുപ്പാണ്, അതെന്റെ ആത്മാവിന്റെ ശൈത്യമാണ്, അതെന്റെ ഉള്ളിന്റെ സുഗന്ധമാണ്, അതെന്റെ ആത്മബലമാണ്, അതെന്റെ ആലംബമാണ്. എന്റെ ഉള്ളിന്റെ ഉരുക്കം പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മയും അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ തിരുജീവിതത്തിന്റെ നിഷ്ഠയും ചര്യയുമാണ്. വല്ലാത്ത ഒരു വികാരമാണ്, വല്ലാത്ത വാക്കുകളാണ്. അർശിൽ വരവേൽക്ക് നൽകപ്പെട്ട പുണ്യ നബിയുടെ വിരുന്നുകാരായി ഞങ്ങൾ മദീനയിലെത്തി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെത്തുമ്പോ നമ്മൾ അതിഥികളാണ്. നമ്മുടെ ആതിഥേയൻ സാധാരണക്കാരനായ ആതിഥേയനല്ല, പുണ്യ റസൂലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാകട്ടെ അർശിലെ വിരുന്നുകാരനാണ്. അല്ലാഹുവിന്റെ അർശിലേക്ക് അല്ലാഹു വരവേൽപ്പ് നൽകി സ്വീകരിച്ച പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇത്ര വലിയ ഒരു നേതാവിന്റെ കാര്യത്തിൽ, ഇത്ര വലിയ ഒരു നായകന്റെ കാര്യത്തിൽ, ഇത്ര വലിയ ഒരു മാർഗദർശിയുടെ കാര്യത്തിൽ ആർക്കാണ് അഭിമാനം കൊള്ളാതിരിക്കുക? കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ് മദീന പട്ടണം. കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ്. ആ മദീന പട്ടണത്തിൽ വിരുന്നുകാരായി നമ്മൾ ചെന്നണഞ്ഞതാണ്. സ്വീകരിക്കാനെത്തിയ ആതിഥേയൻ പുണ്യ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരസ്പര ബന്ധങ്ങൾ കുറയുകയും, ഈ ലോകത്ത് ആളുകൾക്കിടയിൽ ബന്ധങ്ങളും കടപ്പാടുകളും കുറയുകയും, ധാർമ്മിക മൂല്യങ്ങൾക്ക് ക്ഷീണം പറ്റുകയും ചെയ്യുമ്പോൾ കമ്പോളത്തിന് വേണ്ടി, ഭോഗപരതയ്ക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, വ്യാപാരപരതയ്ക്ക് വേണ്ടി, വാണിജ്യരംഗത്തിന് വേണ്ടി ജീവിത മൂല്യങ്ങളെ കൊണ്ടുപോയിട്ട് ഹോമിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ഓർമ്മ പോലും പുണ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം മദീനയിലെ ഒരു ജനാസയെ ഖബറടക്കുന്ന ചടങ്ങിൽ പുണ്യനബി പങ്കെടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസയുടെ ഖബറടക്കൽ ചടങ്ങിൽ ഖബറിന്റെ വക്കത്തിരുന്നു കൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നന്മ ഉപദേശിക്കുകയാണ്. ആ സമയത്തൊരു സഹോദരി വന്നുകൊണ്ട് അവിടുത്തെ ക്ഷണിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് നേരമായില്ലയോ? എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വീട്ടിലേക്ക് അണഞ്ഞാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ചെറിയ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുണ്യ റസൂല് ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നു. ആടുമാംസം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി വെച്ചു പുണ്യ റസൂലിന്റെ തിരുമുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ വന്നെത്തിയ സഹാബത്തിന്റെ മുമ്പിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്റെ കൈ ആ മാംസ കഷ്ണത്തിൽ വെച്ച നബി തന്റെ കൈ പിൻവലിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മിണ്ടാതിരുന്നു കൊണ്ട് ആതിഥേയായ തന്റെ സഹോദരിയായ വീട്ടുകാരിയോട് ചോദിക്കുന്നു, ഈ ആട് ഏതാടാണ്? ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ ആടിനെ അറുത്തത്? എവിടെന്നാണ് ഈ ആടിനെ ലഭിച്ചത്? എങ്ങനെയാണ് ഈ സദ്യ ഒരുക്കിയത്? ആ സഹോദരി പറയാൻ തുടങ്ങി, അങ്ങിവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങേക്ക് ഭക്ഷണം കഴിപ്പിക്കണമെന്ന് തോന്നി, അങ്ങയെ സൽക്കരിക്കണമെന്ന് തോന്നി. അങ്ങാടിയിൽ ചെന്നപ്പോഴോ ആടിനെ വാങ്ങാൻ ചെന്നപ്പോൾ ആടിനെ ലഭിച്ചില്ല. അയൽവാസിയോട് ചോദിച്ചപ്പോഴും കിട്ടിയില്ല. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യകരം കൊണ്ട് തൊട്ട മാംസത്തിന്റെ കഷ്ണം അവിടെ തന്നെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, സമ്മതമില്ലാതെ അറുത്ത ആടാണോ? അവിടുന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരി വീടിന്റെ മറയിൽ നിന്നുകൊണ്ട് കണ്ണ് താഴ്ത്തിക്കൊണ്ട് പറയുന്നു, അയൽവാസിയോട് ചോദിച്ചപ്പോൾ കിട്ടാതെ വന്നപ്പോ അയൽവാസിയുടെ പത്നിയെ സമീപിച്ചു. ഭർത്താവിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവരെനിക്ക് ആടിനെ തന്നു. അതിനറുത്തുകൊണ്ട് ഞാൻ ഭക്ഷണമുണ്ടാക്കി. അതുകൊണ്ട് യാ റസൂലല്ലാഹ് പൊറുക്കണേ, യാ ഹബീബല്ലാഹ്, അന്യായമായത് ഭക്ഷിക്കരുതേ, അന്യായമായത് തിന്നരുതേ, അന്യന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതിനെ അപഹരിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ ആചാരങ്ങളിലൂടെ, ഉന്നതമായ നന്മകളിലൂടെ, ഉന്നതമായ പ്രമാണങ്ങളിലൂടെ, ഉന്നതമായ ജീവിത ബോധനത്തിലൂടെ, നന്മയുടെ തിരുബന്ധാവിലൂടെ. ഇന്ന് പണമാണെങ്കിൽ പണം, ഇന്ന് പണത്തിന് വേണ്ടി എന്തും, എല്ലാം പണത്തിന് വേണ്ടി, എല്ലാം പണത്തിന് വേണ്ടി, കലാരംഗം പണത്തിന് വേണ്ടി, സാഹിത്യരംഗം പണത്തിന് വേണ്ടി, എല്ലാം പണത്തിന് അടിയറ വെച്ചപ്പോ വില കുറഞ്ഞ് മനുഷ്യന്റെ വില കുറഞ്ഞ് സ്ത്രീക്ക് സംഭവിച്ച അധപ്പതനത്തെക്കുറിച്ച് ആളുകൾ പരാതി പറയുമ്പോൾ പെണ്ണിനെ പരസ്യപ്പലകയിൽ നിർത്തിയ കമ്പോള സംസ്കാരത്തിന്റെ കുതന്ത്രങ്ങളെ മനുഷ്യർ കണ്ടറിയുന്നില്ല. അവിടെയും പണമാണ്. മാതാവിന്റെ സ്ഥാനത്ത് നിർത്തേണ്ട, പെങ്ങളുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹധർമ്മിണിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹോദരിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, ഉന്നതമായ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ നായക സ്ഥാനത്ത് നിർത്തേണ്ട പെണ്ണിനെ, സ്ത്രീത്വത്തെ
അപമാനിച്ച് അവഹേളിച്ച് പരസ്യ പലകയിലെ നാണയത്തുട്ടിന്റെ വെളുവെളുപ്പുള്ള പെണ്ണിന്റെ സ്ഥാനത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്നപ്പോഴും എവിടെയും പണത്തിന്റെ ആധിപത്യമാണ്. എത്രയെത്ര ഓർത്താലും മനസ്സിൽ നിന്ന് പോകാത്ത കുളിർമ പോലെ, ഒരിക്കലും മനസ്സിൽ നിന്ന് അസ്തമിക്കാത്ത നന്മ പോലെ പുണ്യനബിയുടെ തിരുപട്ടണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉന്നതമായ ആ കുടുംബം മുഴുവനും ആ പാരമ്പര്യത്തിൽ നിലകൊണ്ടു. പാരമ്പര്യം തന്നെ ഇബ്രാഹീമി പാരമ്പര്യത്തിൽ പൂത്തതാണ്, ഇബ്രാഹീമി ഇതിഹാസമാണ്. ഈദുൽ അദ്ഹായോട് ബന്ധപ്പെട്ട ഒരു രാത്രി ഇവിടെ സമ്മേളിക്കുമ്പോൾ നമ്മൾ ആ പാരമ്പര്യത്തെക്കുറിച്ച് ഓർക്കുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറി ദീ സറ